അസമിൽ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ച പുതിയ ഭൂമി കൈമാറ്റ നിയമം ഇന്ത്യൻ രാഷ്ട്രീയവും സാമൂഹികമായ മേഖലകളിൽ വൻ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഭിന്നമതക്കാരുടെ ഇടയിൽ ഭൂമി ഇടപാട് നടക്കാൻ ഇനി സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധന, അതായത് ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽക്കാനും വാങ്ങാനും സ്വതന്ത്രമായി കഴിയാത്ത സാഹചര്യം, ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തെയും സ്വകാര്യ സ്വത്തവകാശത്തെയും വെല്ലുവിളിക്കുന്നതായി നിരീക്ഷകർ അഭിപ്രായപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ വാദപ്രകാരം സംസ്ഥാനത്ത് ഭൂമിയുമായി ബന്ധപ്പെട്ട സുതാര്യത ഉറപ്പാക്കാനും വ്യാജ ഇടപാടുകൾ തടയാനും മതപരമായ സംഘർഷങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയാണ് ഈ നടപടിക്രമം. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് തോന്നുന്നത് ഭരണകക്ഷിയായ BJP അസമിലെ ജനവിഭാഗീയ രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായി തന്നെ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരികയാണെന്നാണ്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഹിമന്ത ബിശ്വ ശർമ്മ ലാൻഡ് ജിഹാദി എന്ന പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ പ്രചരണങ്ങൾ നടത്തി വരികയാണ്. അതിന്റെ നിയമപരമായ രൂപമാണ് ഈ നടപടിക്രമം. ഇത്തരം ഇടപാടുകൾ നടക്കുമ്പോൾ ആദ്യം ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണറാണ് ശുപാർശ നൽകേണ്ടത്. അതിനുശേഷം അത് റവന്യൂ വകുപ്പിലെ നോഡൽ ഓഫീസ് വഴി പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് പോകും. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൽ ഭൂമി ഇടപാട് വഞ്ചനയോ ഭീഷണിയോ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടതാണോ എന്നും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള ബന്ധങ്ങളാണോ എന്നും പരിശോധിക്കും. എല്ലാം ശരിയായാൽ മാത്രമേ അനുമതി ലഭിക്കുകയുള്ളൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സാധാരണ ഭൂമി ഇടപാടിന് പോലും സുരക്ഷാ ഏജൻസികൾ ക്ലിയറൻസ് വേണമെന്ന സാഹചര്യം ജനങ്ങളുടെ സ്വകാര്യ സ്വാതന്ത്ര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ എത്രത്തോളം ഉയർന്നുവെന്ന് വ്യക്തമാക്കുകയാണ്. ഒരു വ്യക്തിയുടെ സ്വന്തം ഭൂമി മറ്റൊരാൾക്ക് വിൽക്കണമെന്നുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളിൽ ഒന്നാണെങ്കിലും സംസ്ഥാന സുരക്ഷ, മതപരമായ സംഘർഷങ്ങളും മുൻനിർത്തി അതിൽ നിയന്ത്രണം വരുത്താമെന്ന വാദം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഫലം സമൂഹത്തിൽ ഭിന്നത വർദ്ധിപ്പിക്കുകയും ഒരു മതവിഭാഗത്തിനോടുള്ള അവിശ്വാസം നിയമപരമായി അംഗീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുസ്ലിം സംഘടനകൾ അസമിൽ ഭൂമി വാങ്ങുന്നതായി മുഖ്യമന്ത്രി ആരോപിക്കുകയും അത് ഭാവിയിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ അസമിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ മതസമൂഹത്തിനകത്ത് നിന്ന് മാത്രമേ ഇനി ഭൂമി സ്വന്തമാക്കാൻ കഴിയൂ. ഇതോടെ മുസ്ലിങ്ങൾക്ക് അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചാ സാധ്യതകൾ തടസ്സപ്പെടുന്നുവെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുള്ള സന്നദ്ധ സംഘടനകൾക്കും ഭൂമി സ്വന്തമാക്കാൻ സാധിക്കില്ലെന്നാണ് നിലപാട്. വിദേശ സഹായത്തോടെ പ്രവർത്തിക്കുന്ന പല വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ഇത് വലിയ തിരിച്ചടിയാകും. നിയമം നടപ്പിലാക്കുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനെതിരെ ഇപ്പോഴും വലിയ പ്രതിപക്ഷം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അസമിൽ പ്രവർത്തിക്കുന്ന സിവിൽ സൊസൈറ്റികളും ന്യൂനപക്ഷ സംഘടനകളും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ജനങ്ങളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാനുള്ള നടപടിയാണെന്നും ആരോപിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ഇതിന്റെ പ്രത്യാഘാതം വൻതോതിലായിരിക്കും. ഇപ്പോൾ കേരളം ആസ്ഥാനമാക്കി മുസ്ലിം സംഘടനകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അസമിലുണ്ട്. ഇവിടങ്ങളിൽ വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. പുതിയ നിയമപ്രകാരം ഇത്തരം സ്ഥാപനങ്ങൾക്ക് അംഗീകാരം ലഭിക്കണമെങ്കിലും അതിന് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും അനുമതി വേണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ വരെ രാജ്യസുരക്ഷയുടെ പേരിൽ നിയന്ത്രിക്കുന്നത് ഇതിന്റെ ഫലമാവുകയാണ്. ഇതോടെ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ അവകാശം ഭീഷണിയിലാവും. വിദ്യാഭ്യാസം മതപരമായ സംശയത്തിന്റെ കണ്ണിലൂടെ കാണുന്ന സമീപനം ഇന്ത്യയുടെ മതേതരത്വ ഭരണഘടനയുടെ ആത്മാവിനോടുള്ള വെല്ലുവിളിയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കുള്ള അവസരങ്ങൾ ചുരുങ്ങുകയും ന്യൂനപക്ഷ സമൂഹങ്ങൾ മുന്നോട്ട് വരാനുള്ള വഴി തടയുകയും ചെയ്യുന്നതാണെന്നാണ് ഇതിന്റെ വിലയിരുത്തൽ. ഈ നീക്കത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി മനസ്സിലാക്കേണ്ടതാണ്. അസമിൽ വർഷങ്ങളായി നടക്കുന്ന ബംഗ്ലാദേശ് കുടിയേറ്റ പ്രശ്നം, അവിടുത്തെ ജനസംഖ്യാ വ്യത്യാസങ്ങളും മതപരമായ തിരിച്ചറിവുകളും BJPക്ക് വലിയ രാഷ്ട്രീയ ആയുധമായി മാറിയിട്ടുണ്ട്. ലാൻഡ് ജിഹാദി എന്ന ആശയം മുസ്ലിങ്ങൾ ക്രമാതീതമായി ഭൂമി സ്വന്തമാക്കി ഭൂരിപക്ഷ സമൂഹത്തെ ഒഴിപ്പിക്കുകയാണെന്ന രാഷ്ട്രീയ പ്രചരണമാണിത്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകളൊന്നും സർക്കാരിന്റെ പക്കലില്ല. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ പൊതുജനങ്ങളിൽ ഭയവും അവിശ്വാസവും സൃഷ്ടിക്കാൻ സഹായകമാവുകയാണ്. മുസ്ലിം സമൂഹം ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന ചിത്രം വരച്ചു കാണിച്ച് അധികാരം ഉറപ്പാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് BJP പിന്തുടരുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികളും മനുഷ്യാവകാശ സംഘടനകളും ആരോപിക്കുന്നുണ്ട്. ഇതിലൂടെ നിയമത്തിന്റെ മറവിൽ മതവൈരം പ്രകടിപ്പിക്കാനാണ് BJPയുടെയും സർക്കാരിന്റെയും നീക്കം. ദേശസുരക്ഷയുടെ പേരിലാണ് ഇത്തരം നിയമ നടപടികൾ നടക്കുന്നതെന്നാണ് സർക്കാർ ന്യായീകരണം നൽകുന്നത്. രാജ്യത്ത് പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി എന്നിവയാണ് സാധാരണ ജനങ്ങളെ കൂടുതലായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും മതഭിന്നതയുടെ പേരിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനും സർക്കാരുകൾ പലപ്പോഴും സുരക്ഷയുടെയും ദേശസ്നേഹത്തിന്റെയും പേരിൽ നിയമങ്ങൾ കൊണ്ടുവരാറുണ്ട്. അസമിലെ ഭൂമി നിയമവും അത്തരമൊരു നീക്കമാണെന്ന് നിരീക്ഷ
നിരീക്ഷകർ വിലയിരുത്തുകയാണ്. ഒരുപക്ഷെ രാജ്യത്തെ മറ്റ് BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ തുറക്കപ്പെടും. അതുവഴി മതപരമായ വിഭജനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഒരു സംസ്ഥാനത്ത് പരീക്ഷിച്ച് നോക്കുന്ന നിയമം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതാണ് BJPയുടെ പതിവ് രീതി. പുതിയ നിയമത്തിനെതിരെ വിവിധ സാമൂഹിക സംഘടനകളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന സമാന അവകാശവും സ്വത്തവകാശവും ജനങ്ങൾക്ക് നഷ്ടമാകുന്ന നിയമമാണിത് എന്നും അവർ ആരോപിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഒരേ രാജ്യത്തിനുള്ളിൽ രണ്ട് മതക്കാർക്കിടയിൽ ഭൂമി ഇടപാട് നടത്താൻ പോലും സുരക്ഷാ ഏജൻസികളുടെ അനുമതി വേണമെന്ന വ്യവസ്ഥ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. ഭരണഘടനയുടെ പ്രഥമ അധ്യായത്തിൽ ഇന്ത്യയെ മതേതര രാഷ്ട്രം എന്ന നിലയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്ന് ഭരണകൂടം തന്നെ ഒരു മതത്തെ സംശയത്തിന്റെ കണ്ണിലൂടെ കാണുകയാണെങ്കിൽ ഭരണഘടനയുടെ ആത്മാവ് തന്നെ സംശയത്തിലാകാൻ ഇടയാക്കുന്നുണ്ട്. ലോക സമൂഹത്തിന് മുൻപിൽ ഇന്ത്യയുടെ മതേതര മുഖച്ഛായയും ജനാധിപത്യ മൂല്യങ്ങളും ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. ഈ നിയമത്തിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങളും ഗൗരവമേറിയതാണ്. അസമിലെ ഹിന്ദു മുസ്ലിം ബന്ധങ്ങൾ നേരത്തെ സംഘർഷഭരിതമായിരുന്നു. പുതിയ നിയമം കൊണ്ടുവരുന്നതോടെ ഒരുമിച്ച് ജീവിക്കുന്ന സമൂഹങ്ങൾക്ക് തമ്മിൽ കൂടുതൽ വിദ്വേഷവും സംശയവും വളരാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങുന്നതിലും വിൽക്കുന്നതിലും മതത്തിന്റെ പേരിൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ ജനങ്ങളുടെ മനസ്സിൽ മതത്തെ അടിസ്ഥാനമാക്കി വേർതിരിവ് ശക്തമാവുകയും ചെയ്യും. ഭൂമി ഇടപാടുകൾ മാത്രമല്ല, സാമൂഹിക ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും മതത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തപ്പെടുന്ന ഒരു അന്തരീക്ഷം വളരുകയും ചെയ്യും. ഇതോടെ അസമിലെ മതസൗഹാർദ്ദം കൂടുതൽ തകർന്നു പോവുകയും ചെയ്യും. ചരിത്രം കാണിക്കുന്നത് ഇത്തരം നിയമങ്ങൾ സാമൂഹിക ഐക്യത്തിനും ദേശീയ ഏകീകരണത്തിനും ഭീഷണിയാണ് എന്നത് തന്നെയാണ്.